ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയവനായ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്ക് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവകൃപയിൽ നമ്മളിങ്ങനെ ആയിരിക്കുന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നതിന് മുമ്പ് അല്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറയ്ക്കണം, കരുണയിൽ നിറയ്ക്കണം. കർത്താവെ, അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ കുടുംബജീവിതങ്ങളെ അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ചോദിച്ച ചുരുക്കമാണെങ്കിൽ അധികമായി നമ്മളെ കൊണ്ട് നിറയ്ക്കണം. സകലതും വലിയവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണം. അടിയൻ്റെ പരമപിതാവേ, ആമേൻ. ഇന്നത്തെ ദിവസം നമുക്ക് കുടുംബത്തിൽ ആ ഒരു ഐക്യതയും കുടുംബത്തിലെ ആ ഒരു ചേരുചേരായ്മയും കുറിച്ചൊക്കെ നമുക്കിന്ന് സംവാദിക്കാവുന്നതാണ്, നമുക്കിന്ന് ചിന്തിക്കാവുന്നതാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ നമ്മളെ കുടുംബത്തിലെ പ്രശ്നങ്ങളിലെയും ദൈവം എന്താ ചെയ്യുന്നു? അത് എല്ലാം സമാധാനത്തിൽ ആക്കിത്തരികയാണ്. മനുഷ്യൻ ഭൂമിയിൽ പെരുകി അവൻ അധികമായ സമയങ്ങളിൽ, മനുഷ്യൻ ഈ ഭൂമിയിൽ നിറഞ്ഞ സമയങ്ങളിൽ അവർ മ്ലേച്ഛതയിൽ നിറഞ്ഞു ജീവിക്കുന്ന മക്കളായി മാറി. അങ്ങനെ മാറിയതിന് പ്രകാരം സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇവരുടെ പാപം അസഹനീയമായിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇവരെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ നശിപ്പിക്കുവാൻ പോകുന്ന ഒരവസ്ഥ. അവിടെ ദൈവം ഒരു കുടുംബത്തെ വേർതിരിച്ചെടുക്കുകയാണ്. ദൈവത്തെ അറിയുന്ന ജനത്തെ ഒരു കാലത്തും ദൈവം കൈവിടത്തില്ല. നോഹ എന്ന് പറയുന്ന മനുഷ്യനെയും കുടുംബത്തെയും ദൈവം വിളിച്ച് വേർതിരിച്ചു. നോഹയോട് പറഞ്ഞു, നോഹേ, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിൽ ഈ ലോകത്തുള്ള സകല ഇഴജന്തുക്കളെയും അതുപോലെ നാൽക്കാലികളെയും സകല മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം നീ എന്ത് ചെയ്യണം? ഇതിനകത്ത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് പെട്ടകമുണ്ടാക്കി. നോഹയുടെ അടുത്ത് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഈ പെട്ടകം ഉണ്ടാകുന്നത് കണ്ട് ആൾക്കാരെല്ലാവരും എന്താണ് ചോദിച്ചു, എന്താണ് ഈ സംഭവങ്ങളൊക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മഴ പെയ്യാൻ പോവുകയാണ്, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? പെട്ടകത്തിൽ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം നോഹ പെട്ടകമുണ്ടാക്കി. മഴ തുടങ്ങി. ഇതിൽ ആരൊക്കെയാണ് പെട്ടകത്തിൻ്റെ അകത്ത് കയറിയതെന്ന് നോക്കിയാൽ ആരൊക്കെയാണ് കയറിയത്? നോഹയും നോഹയുടെ കുടുംബവും അവൻ്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും അതുപോലെ തന്നെ നോഹയുടെ ഭാര്യയും, അങ്ങനെ അവർ കുടുംബമായിട്ട് ഈ പെട്ടകത്തിനകത്തേക്ക് കയറി. പെട്ടകത്തിനകത്തേക്ക് കയറിയപ്പോൾ പറഞ്ഞു, ശരി, നീ തന്നെയാണ് ഈ പെട്ടകമെല്ലാം നിർമ്മിച്ചത്. ഇനി ഇതിൻ്റെ വാതിൽ ആരടയ്ക്കും? ഞാൻ അടയ്ക്കും എന്ന് യഹോവ സ്വർഗത്തിലെ ദൈവം നോഹയോട് പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ നോഹ പറഞ്ഞത് അനുസരിക്കുവാൻ നോഹയുടെ കുടുംബം സജ്ജമായിരുന്നു. ഈ അന്ത്യകാലത്ത് നമ്മൾ കുടുംബങ്ങളെ എടുക്കുകയാണ് എങ്കിൽ പല കുടുംബങ്ങളും ഇന്ന് ശിഥിലീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൻ പറയുന്നത് മക്കൾക്ക് ഇഷ്ടമില്ല, മക്കൾ പറയുന്നത് അപ്പന് ഇഷ്ടമില്ല. അങ്ങനെ ഭയങ്കരമായ വിഷമത്തിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് കടന്നുകൊണ്ട് പോകുന്നത്. അപ്പനും അമ്മയും മക്കളുമായിട്ടിരുന്ന് ഒരുമിച്ച് ആഹാരം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, എന്നാൽ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഇരുന്ന് കഴിക്കാതെ കൂട്ടുകാരുമൊത്ത് ഹോട്ടലുകളിലും
ബാറുകളിലും ചിലവഴിക്കുന്ന മക്കൾ, അങ്ങനെ വളരെ മ്ലേച്ഛമായ രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യ ഭർത്താവുമായിട്ട് പ്രശ്നം, കുടുംബത്തിൽ ചേരായ്മയുടെ കുറവ്, അത് ഒത്തുചേരുന്നതിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ, ഇങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്നതെങ്കിൽ, ഇന്ന് തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക. നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാക്കും. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യ, അതൊക്കെ പണ്ട്. ഇന്ന് ഭർത്താവ് വരുന്നതിന് മുൻപേ കതകടച്ച് കയറി കിടക്കുന്ന ഭാര്യ, മക്കൾ അപ്പൻ്റെ വരവും കാത്തിരുന്ന അപ്പൻ കൊണ്ടുവരുന്ന പൊതിയും വാങ്ങിച്ച് കഴിക്കാനിരിക്കുന്ന മക്കൾ, അതും പണ്ട്. ഇന്ന് മക്കൾ അപ്പന് മുമ്പ് എന്ത് ചെയ്യാണ്? ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ അവർ കൂട്ടുകാരെ മൊത്തം അടിച്ചു പൊളിക്കുകയാണ്. അപ്പൻ വീട്ടിൽ വന്നാലും മക്കളെ എന്ത് ചെയ്യത്തില്ല? കാണാൻ കഴിയത്തില്ല. അതുപോലെ കുടുംബത്തിലെ പ്രാർത്ഥനകൾ, ഇന്ന് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യൻ ഏറ്റവും അകന്ന് അവൻ്റെ ജീവിതത്തിൽ നാശത്തിൻ്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഒരു കാര്യം ചിന്തിക്കുക. ദൈവത്തിന് തത്തുല്യമായ രീതിയിൽ, ദൈവത്തിന് അനുയോജ്യമായ രീതിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നോഹ പറഞ്ഞത് തൻ്റെ മക്കൾ അനുസരിച്ചു. അതുപോലെ നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുമോ? അനുസരിക്കില്ല എങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. അവനെ ദൈവം കണ്ടോളും. അപ്പനും അമ്മയെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമുക്ക് ഉള്ള അവകാശമാണ്. അതിനെ ഭദ്രമായി തന്നെ പരിപാലിക്കണം, അവരെ നല്ലതുപോലെ പരിപാലിക്കണം. മക്കളെന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന ഉദരഫലമാണ്. അവരെ നമ്മൾ നല്ലവണ്ണം തന്നെ നോക്കണം. നോഹ പറഞ്ഞത് അനുസരിച്ച് നോഹയുടെ മക്കളും കുടുംബവും എന്ത് ചെയ്തു? ആ പെട്ടകത്തിനകത്തേക്ക് കയറി. നോഹ പെട്ടകത്തിനകത്ത് കയറിയപ്പോൾ പറഞ്ഞു, പെട്ടകം ആരടയ്ക്കുമെന്ന്? പെട്ടകം യഹോവ അടയ്ക്കുമെന്ന്. 7:17 നമ്മൾ വായിക്കുമ്പോൾ യഹോവ പെട്ടകം അടച്ചു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. മഴ പെയ്തു തുടങ്ങി, വെള്ളം പൊങ്ങുവാൻ ആരംഭിച്ചു. അപ്പോഴേക്കും അവിടെയുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും എന്താണ്? ദൈവസന്നിധിയിൽ വന്നിരുന്നു. ദൈവമേ, മഴ പെയ്യുന്നു, ഞങ്ങളെ വീടെല്ലാം മുങ്ങിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ അങ്ങ് തുടങ്ങി. കുഞ്ഞു വീടുണ്ടായിരുന്ന എല്ലാവരും എന്താണ്? വെള്ളത്തിൽ നീന്താൻ തുടങ്ങി. അപ്പോഴും 2 നിലയുള്ള വീടുള്ളവൻ എന്ത് വിചാരിക്കുകയാണ്? 2 നില വെച്ചതുകൊണ്ട് ഞാൻ എന്താണ്? ഭാഗ്യവാനാണ്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വെള്ളം കയറത്തില്ല. നോക്കിയപ്പോൾ വെള്ളം പൊങ്ങി 2 നിലയും കവിഞ്ഞു. അപ്പോഴും ഫ്ലാറ്റിലിരിക്കണമെന്ന് എന്താ വിചാരിച്ചേ? അയ്യോ, ഇനി ഇങ്ങോട്ടൊന്നും വരില്ല, ഈ 11 നിലയും താണ്ടി വെള്ളം വരണമെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 11 നിലയും എന്താണ്? പൊങ്ങി വെള്ളത്തിൻ്റെ. അപ്പോഴേക്കും നോഹയുടെ പെട്ടകത്തിൽ ചെന്ന് അടിക്കുകയാണ്. നോഹയെ, വാതിൽ തുറക്കുക, നീ പറഞ്ഞത് ഞങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോഹയുടെ വാതിൽക്കൽ ചെന്ന് നിന്ന് കൊട്ടുകയാണ്. പക്ഷേ അടച്ചതാരാ? യഹോവയായ ദൈവമാണ് അടച്ചത്. ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക. ദൈവം ഈ അനുസരണയില്ലാത്തവരെ അനുസരണ പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ പദ്ധതിയിൽ ഭാഗവാക്കാകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണമെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ല എങ്കിൽ നാമും ആ ജനത്തിനോടൊപ്പം തന്നെ നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോകാതിരിക്കുവാൻ വലിയവനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ അവൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോഹയും കുടുംബവും അനുസരിച്ചു അവർ ദൈവത്തെ മറക്കാതെ, അവർ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് അവർ ദൈവത്തെ മറക്കാതെ എന്താണ്, അവർ ദൈവത്തെ മറക്കാതെ പ്രാർത്ഥിച്ചത് കൊണ്ട് അവരെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്തു, അവരെ കണ്ടു. അത്രയും വലിയൊരു സമൂഹത്തിൻ്റെ ഇടയിൽ നോഹയുടെ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തു. ഇന്ന് എന്തെങ്കിലും സംഭവിക്കാൻ പോവുകയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തെ ദൈവം തിരഞ്ഞെടുക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ക്രമീകരിച്ചില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ആ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൻ്റെ കൂടെ നമുക്ക് ആകാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് നടക്കുക. ദൈവ പദ്ധതിയിൽ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവം പൂർണ്ണമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. ഓരോ നിമിഷവും നമ്മൾ ദൈവസന്നിധി വിട്ട് കടന്നു പോകാൻ പാടില്ല. ഓരോ നിമിഷവും നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുക. നോഹയും കുടുംബവും ദൈവം അനുഗ്രഹിച്ചു, അത് ദൈവത്തെ അനുസരിച്ചതുകൊണ്ട്. അങ്ങനെ വാതിൽ അടച്ചതാരാ? യഹോവയായ ദൈവം. പലപ്പോഴും ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട്, ഓ എൻ്റെ അളിയനാണ് ആര്? നോഹ. അതുകൊണ്ട് ഞാൻ ചെന്ന് മുട്ടിയാൽ നോഹ ചിലപ്പോൾ വാതിൽ തുറക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ചെന്ന് അടിച്ച് വിളിക്കുകയാണ്. ഇത് സ്വർഗത്തിലെ ദൈവത്തിന് എന്താ അറിയാമായിരുന്നു, അദ്ദേഹമാണ് വാതിൽ അടച്ചത്, അതുകൊണ്ട് ഇനി തുറക്കത്തില്ല. മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വരികയാണ് എങ്കിൽ നിനക്ക് വേണ്ടി അടച്ച വാതിൽ തുറക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. അടച്ച വാതിലുകളെ തുറന്നുകൊണ്ട് നിനക്ക് അനുഗ്രഹങ്ങളെ വാരിച്ചൊരിയുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിവുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഇന്ന് മാനസാന്തരപ്പെട്ട നിന്റെ തെറ്റുകളെ എല്ലാം നീ വലിച്ചെറിഞ്ഞുകൊണ്ട് നീ ദൈവസന്നിധിയിൽ വന്നാൽ എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകുവാൻ വേണ്ടി ദൈവിക കാര്യങ്ങളിൽ നമ്മുടെ ചിന്തകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കും. സമാധാനമില്ലാതെ കുടുംബങ്ങളിൽ പ്രശ്നം, മദ്യപിച്ചു വരുന്ന ഭർത്താവ്, അതുപോലെ തന്നെ അനുസരണയില്ലാത്ത മക്കള്, വഴിപിഴച്ചു നിൽക്കുന്ന ഭാര്യ, അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സ്വർഗത്തിലെ ദൈവത്തെ അറിയാത്ത കുടുംബങ്ങൾ ശിഥിലീകരിച്ചു പോകും. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. മക്കളെ പ്രസവിച്ച് ഇട്ടിട്ട് അമ്മമാർ ഓടിപ്പോകുന്നു, അതുപോലെ അപ്പന്മാർ ഓടിപ്പോകുന്നു. ഇതൊക്കെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ് എന്ന് ഞാൻ പറയും. വിവാഹം കഴിക്കുന്നതിന് മുൻപ് സഹോദരനും സഹോദരിയും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ കണ്ടെത്തിയ തുണ എനിക്ക് നല്ല സുഖവും ബലവും തരുന്നവളായിരിക്കും, അല്ലെങ്കിൽ എന്നെ നല്ലവണ്ണം അന്വേഷിക്കുന്നവനായിരിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. ഇവരുടെ ഹൃദയങ്ങൾ ആരും കാണുന്നില്ല. ഹൃദയം കാണുന്നവൻ ആരാ? സ്വർഗത്തിലെ ദൈവം. പ്രാർത്ഥനാപൂർവമല്ലാതെ ഒരു ബന്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന യുവജനങ്ങൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി അത് ദൈവം നിങ്ങൾക്ക് തന്നതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സഭയിൽ നിന്ന് നിങ്ങൾക്ക് പെണ്ണ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സഭ വിട്ട് ഈ സഭയിലോട്ട് ചേരണം, ഈ സഭ വിട്ട് ആ സഭയിലോട്ട് ചേരണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ആലോചിക്കുക, ഇത് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തീരുമാനപ്രകാരമാണോ? പ്രാർത്ഥനാപൂർവം നീ മുന്നോട്ട് പോയില്ല എങ്കിൽ കുടുംബ ജീവിതങ്ങളോ താറുമാറായി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി അനുഭവങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവമുള്ളൊരു ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആരും തടസ്സമായി നിൽക്കത്തില്ല.
സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നേടിത്തരും. ഞാൻ കണ്ട പങ്കാളി, അല്ലെങ്കിൽ എൻ്റെ ഗേൾഫ്രണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബോയ്ഫ്രണ്ട്, അവൻ എന്നെ വിവാഹം കഴിച്ചാൽ അവർ ശുദ്ധമായിട്ട് എന്നെ പരിപാലിക്കാൻ കഴിവുണ്ടോ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുവാൻ കഴിവുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ശോധന ചെയ്യേണ്ട കാര്യം ഇന്ന് ഏറ്റവും അടുത്തിരിക്കുന്ന കാലത്താണ്. കാരണം ലോകം ഇന്ന് വെറും ടൈം പാസിന് വേണ്ടി കാലങ്ങൾ കഴിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിവാഹത്തിന് മുമ്പേ ചെറുക്കനും പെണ്ണും ഒന്ന് താമസിച്ച് നോക്കും, 1 മാസമോ 2 മാസമോ. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ വീണ്ടും എന്ത് ചെയ്യും? കല്യാണം കഴിക്കും. ഇല്ലെന്നാൽ അവർ പിരിഞ്ഞു പോകും. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിക്കുന്നത് കാണാം, അവർ വിവാഹബന്ധം വേർപിരിഞ്ഞിരിക്കുന്നത് കാണാം. പ്രാർത്ഥന ജീവിതമുണ്ട് എങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. എല്ലാം സുഭിക്ഷമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കും പ്രകാരം നിങ്ങളുടെ ജീവിതങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നോഹ പറഞ്ഞത് അനുസരിച്ച്, നോഹ പറഞ്ഞത് കേട്ട് നോഹയുടെ കുടുംബം പെരുമാറി. അതുകൊണ്ട് അവർക്ക് നന്മയുണ്ടായി, അവർ ജീവനോടെ ശേഷിച്ചു. കുടുംബജീവിതങ്ങൾ ഉടച്ച് കളയാനുള്ളതല്ല. പലപ്പോഴും ഭാര്യാഭർത്തൃ ബന്ധത്തിന് പല വിഖ്യാതങ്ങളും സംഭവിക്കാറുണ്ട്. സംശയരോഗങ്ങൾ, ഇതൊന്നും ജീവിതത്തെ നമുക്ക് നേരോടെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ ഒന്നും സംഭവിക്കാതിരിക്കുവാൻ. കാരണം ദൈവം സ്വർഗത്തിൽ ബന്ധപ്പെടുത്തിയാണ് ഒരാണിനെയും പെണ്ണിനെയും. കുടുംബം സ്വർഗത്തിൽ നിന്നുണ്ടായതാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് ഉണ്ടായതാണ് കുടുംബം. അപ്പോൾ കുടുംബം ഭദ്രമായിരിക്കുവാൻ ദൈവത്തിൻ്റെ കാവൽ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. നോഹയെയും കുടുംബത്തിനെയും പോലെ നല്ലൊരു കുടുംബമാകുവാൻ വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അനുസരണയുള്ള മക്കളും അനുസരണയുള്ള ഭാര്യയും. എന്നാൽ ലോത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഈ ലോകമോഹ സുഖങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയായി കാണുവാൻ ഇടയാകുന്നുണ്ട്. അവൾ ലോകത്തെ നോക്കിക്കൊണ്ട്, അവൾ ലോകത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവളുടെ ജീവിതത്തെ എന്ത് ചെയ്തു? അവൾ കർത്താവിൽ നിന്ന് മാറ്റി. അങ്ങനെ മാറ്റിയ സമയത്ത് അവളുടെ ജീവിതത്തിൽ എന്താ ഉണ്ടായത്? നാശം. കുടുംബജീവിതത്തിൽ നീ മുന്നേറണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ നിൻ്റെ ജീവിതങ്ങളെ നീ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നീ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ ദൈവം എന്ത് ചെയ്യും? സാധ്യമാക്കിത്തരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അദൃശ്യമായ കരം കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും. നമ്മളെ വിളിച്ചാൽ ഉത്തരം തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, നിങ്ങൾ എന്നെ എന്ത് ചെയ്യണം? വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം? ഉത്തരം തരാം എന്ന് പറഞ്ഞ ദൈവം. നമ്മൾ വിളിക്കണം. വിളിച്ചാൽ മാത്രമേ നമുക്ക് ഉത്തരം ലഭിക്കത്തുള്ളൂ. വിളിച്ചില്ല എങ്കിൽ ഉത്തരവുമില്ല, ഒന്നുമില്ല. നോഹയും കുടുംബവും അങ്ങനെ ജീവിച്ച മക്കളായിരുന്നു. അപ്പനമ്മമാർ മക്കൾക്ക് എന്നും ഒരു മാതൃക ആയിരിക്കണം. മാതൃകാ ജീവിതം നയിച്ചില്ല എങ്കിൽ മക്കൾ വഴിതെറ്റി പോകുന്നത് കണ്ട് സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പൻ കാണിക്കുന്നതെന്തോ അത് മകൻ അനുകരിക്കാൻ ശ്രമിക്കും. അമ്മ അപ്പനെ മറക്കുന്നത് കണ്ടാണ് മകൾ കണ്ട് വളരുന്നത്. അത് അവരുടെ ജീവിതത്തിൽ അവരെന്ത് ചെയ്യും? പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കും. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പിള്ളേരുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക, അവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞു തീർത്തിട്ട് മക്കളുമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. അങ്ങനെ പ്രാർത്ഥനാപൂർവമുള്ളൊരു ജീവിതം നയിക്കുക. പിള്ളേരെ കുഞ്ഞുനാളിലെ എന്ത് ചെയ്യണം? അവരെ പഠിപ്പിക്കണം.
പ്രാർത്ഥിക്കുവാനും വായിക്കുവാനും എല്ലാം പഠിപ്പിക്കണം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് അവന് വായിക്കുവാൻ പ്രാപ്തി ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവന് സ്വന്തമായിട്ട് ഒരു വേദപുസ്തകം വാങ്ങിച്ചു കൊടുക്കണം. വേദപുസ്തകം വായിച്ച് അവൻ്റെ അടുത്ത് പറയണം, നീ പഠിക്കുന്ന സമയങ്ങളിൽ നീ എന്ത് ചെയ്യണം, നീ പ്രാർത്ഥിച്ചിട്ട് പഠിക്കണം. നീ പോകുന്ന സമയങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് പോകണം. ഇതെല്ലാം ആരിൽ നിന്ന് അവൻ കണ്ടുപഠിക്കണം? അപ്പനും അമ്മയുടെയും കയ്യിൽ നിന്ന് കണ്ടുപിടിക്കണം. കണ്ടുപഠിച്ചാൽ മാത്രമേ അവൻ്റെ ജീവിതം എന്നും നേർമയുള്ളതായി തീരുള്ളൂ. അവൻ നോക്കുമ്പോൾ അപ്പൻ എന്നും രാവിലെ വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും പ്രാർത്ഥിക്കണമെന്നൊരു ബോധം അവൻ്റെ മനസ്സിലുണ്ടാകൂ. അല്ലാതെ മക്കൾ ഇച്ചിരി മുടി നീട്ടി വളർത്തിയാൽ അത് കുഴപ്പമില്ല, ഇന്നത്തെ ലോകത്ത് എന്താ അത് സ്റ്റൈലല്ലേ എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ വിചാരിക്കണം അവൻ വഴിതെറ്റിപ്പോകുന്നത് ഒരു സ്റ്റൈലാണ് എന്ന്. അവനൊരു കാതിലൊരു കമ്മലിടുമ്പോൾ വിചാരിക്കും ഒരു കാതിലെല്ലാം ഇട്ടുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ മാറിപ്പോകുമ്പോൾ അതിനെ ഓർത്ത് വിഷമിക്കുവാൻ നീ ഇരിക്കരുത്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചെറുതനാളിൽ എന്ത് അവൻ പഠിക്കുന്നുവോ അത് അവൻ്റെ ജീവിതകാലം മുഴുവനും അവനത് പ്രാവർത്തികമാക്കും. അതുകൊണ്ട് വേദപുസ്തകത്തെ വായിച്ചു പഠിക്കുവാൻ പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് വരണം. നോഹയുടെ വംശപാരമ്പര്യം പിന്നെ നമ്മൾ നോക്കുമ്പോൾ നോഹയിൽ നിന്നാണ് സകല ജനവും പിന്നീട് ഉടലെടുത്തതെന്ന് നമ്മൾ കാണാൻ കഴിയുന്നു. അനുഗ്രഹിച്ച് ദൈവം വഴി നടത്തി. ആ പാരമ്പര്യത്തിലാണ് അബ്രഹാമും ഇസഹാക്കും യാക്കോബും എല്ലാം ഉടലെടുത്തത്. അവരുടെ തലമുറയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നമ്മളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി എല്ലാവരും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മളുടെ കുടുംബത്തിന് കാവലായി ഇരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിപാലനം നമ്മുടെ മക്കളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിപാലനം നമ്മുടെ ഭാര്യ മേൽ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിപാലനം നമ്മുടെ ഭർത്താക്കന്മാരുടെ മേൽ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് വിടുതലുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നീ വിചാരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും സാധ്യമല്ല, കാരണം എല്ലാം കഴിഞ്ഞുപോയി എന്ന് വിചാരിക്കുമ്പോൾ സാധ്യമല്ലാത്ത കാര്യങ്ങൾ, അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ഈ വേദപുസ്തകത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ പഠിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ കുടുംബത്തെ അവിടെ അനുഗ്രഹിക്കുമാറാകണമേ, മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ, സകലരെയും അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.